ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് തിരിച്ചെൻ്റെ നാട്ടിലോട്ട് പോകാൻ പലതവണയും തോന്നിയിട്ടുണ്ട്. മധുരയിലെ ജനംഭൂമി ഗ്രാമത്തിൽ നിന്ന് അവിചാരിതമായി തുടങ്ങിയ യാത്ര. കറക്റ്റ് വയസ്സൊന്നും ഓർമ്മയില്ല. സ്റ്റേഷൻ വീട്ടിൻ്റെ അടുത്താണ് സ്റ്റേഷനുള്ളത്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിക്കാൻ കയറുമായിരുന്നു ട്രെയിനിൽ. ട്രെയിൻ സ്റ്റാർട്ടായപ്പോൾ ഇറങ്ങാൻ പേടി, മെയിനായിട്ട് പേടിയായിരുന്നു ഇറങ്ങാൻ. ട്രെയിൻ എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടെ ഇറങ്ങിയായിരുന്നു. അവിടെ ഇറങ്ങിയ സമയത്ത് ഒരു ബെഗറായിട്ട് നടന്ന കുറേ ചേട്ടന്മാരുടെ കൂടെയായിരുന്നു കുറച്ച് ദിവസം ലൈഫ് മുന്നോട്ട് പോയത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ വേറെ ട്രെയിനിക്കകത്ത് കയറി. പിന്നെ പല ട്രെയിനിലും ഇങ്ങനെ മാറി കയറിയിട്ടാണ് കോഴിക്കോട് വന്ന് പെട്ടത്. ഒരു പോസ്റ്റ്മാൻ എന്നെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടാക്കി, വെള്ളിമാടുകുന്ന്. പിന്നെ കഴക്കൂട്ടത്തുള്ള ഒരു പേരൻസ് ഫോസ്റ്റർ കെയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരാണ് പഠിപ്പിച്ചതും വളർത്തിയതും. ITI പഠിച്ച് പാസ്സായി അപ്രൻറ്റീസായിട്ട് ജോലി കിട്ടി. കേരള വാട്ടർ അതോറിറ്റിയിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഈ മിനി ചേച്ചിയായിട്ട് കമ്പനി ആവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എല്ലാം സ്റ്റോറി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ കേട്ട് മടങ്ങിയവർ കഥാപാത്രങ്ങളെ തേടിയിറങ്ങി. ഞങ്ങൾ മധുരയിലെത്തി. 2 ദിവസം നല്ല രീതിയിൽ സെർച്ച് ചെയ്തു. 2ാമത്തെ ദിവസം രാത്രിയിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഒരു വൈകാരികമായ നിമിഷമായിരുന്നു. ഇതാണ് മോളുടെ അമ്മ. അമ്മയെ ആദ്യമായിട്ട് ഫോണിലൂടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷവും കരച്ചിൽ വന്നു. തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലും വിട്ടുകളയാനാകാത്ത ചിലത് ഇവിടെ ബാക്കിയുണ്ട്. അച്ഛനമ്മയടുത്ത് കാണണം. പിന്നെ ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പഠിക്കണം, അവരുടെ കൂടെ താമസിക്കണം. പെർമനൻ്റ് ആയിട്ടല്ല, എനിക്ക് എന്തായാലും ട്രിവാൻഡ്രം വിട്ട് പോകാൻ ഒട്ടും താല്പര്യം. ഇപ്പം വീടും ജോലിയൊന്നുമില്ല. അപ്പോൾ ഒരു ജോലിയും വേണം, ഒരു സ്വന്തമായിട്ടൊരു അഡ്രസ്സും വേണം. അതൊക്കെ ആയതിനു ശേഷമേ എനിക്ക് എൻ്റെ കുടുംബങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവസാന സ്റ്റോപ്പിൽ നിന്ന് എല്ലാം തുടങ്ങിയ ആ ഇടത്തേക്ക് തിരികെ ഒരു യാത്ര. 20 വർഷം മുൻപത്തേതുപോലെയല്ല. കടന്നു പോകുന്ന വഴികളെപ്പറ്റിയും എത്തേണ്ട സ്ഥലത്തെപ്പറ്റിയും പൂനത്തിന് കൃത്യമായി അറിയാം. 20 വർഷം വെയിറ്റ് ചെയ്തല്ലോ, അപ്പോൾ ഇനി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ബിജു VS രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.